ട്രംപിൻ്റെ ഗാസ സമാധാന നിർദ്ദേശങ്ങൾ ഭാഗികമായി ഹമാസ് അംഗീകരിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. വീണ്ടും പ്രത്യാശ മുനമ്പിലാണ് നമ്മൾ. ബന്ദികളെ മോചിപ്പിക്കാമെന്നും സ്വതന്ത്ര ബോഡിക്ക് ഗാസയുടെ അധികാരം കൈമാറാൻ തയ്യാറെന്നുമാണ് പ്രതികരണം. ചില നിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്ന ആവശ്യവും ഹമാസ് ഉയർത്തുന്നുണ്ട്. ഹമാസിന്റെ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിൽ ആക്രമണം നിർത്തിവെക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയതായാണ് വിവരം. ഫൈസൽ ഹംസ, അങ്ങനെ ഒടുവിൽ ഗാസയിൽ സമാധാനം പുലരാൻ പോവുകയാണോ? അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ, ആ 21 നിർദ്ദേശങ്ങൾ ഭാഗികമായി അംഗീകരിച്ചിരിക്കുന്നു ഹമാസ് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന വിവരമാണ്. മാത്രമല്ല, ഇസ്രായേലിനോട് അമേരിക്ക യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നും ഇസ്രായേൽ സേന അത് അനുസരിച്ചു എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗാസയിൽ സമാധാനം പുലർന്നു തുടങ്ങുകയാണോ? ഫൈസൽ ഹംസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ കുമാർ. ഒരുപാട് കാലത്തിന് ശേഷം ശരിക്കും ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുന്നൊരു ദിവസമാണെന്ന് തോന്നുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേൽ ആർമിയോട് തൽക്കാലമായി എങ്കിലും ഈ ഒരു സമാധാന കരാർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ആദ്യ പടി എന്നോണം ആക്രമണം നിർത്തിവെക്കാൻ സൈന്യത്തിലെ ഉന്നത നേതൃത്വം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അറിയുന്നത്. ഗാസ നഗരത്തിൽ തൽക്കാലം ആക്രമണം നടത്തേണ്ടതില്ല, പ്രതിരോധ നടപടികൾ എന്തെങ്കിലും വേണമെങ്കിൽ അതാവാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം യുദ്ധം നടത്തുന്നു എന്നുള്ള തരത്തിൽ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നോ IDFിൻ്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേൽ ആർമി റേഡിയോയെ ഉദ്ധരിച്ചാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. എങ്കിലും അതൊരു ആശാവഹമാണ്. ട്രംപിൻ്റെയും ഹമാസിൻ്റെയും ആ ഒരു പ്രതികരണത്തോട് ഇസ്രായേലും അനുകൂലമായി പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഭേദഗതിയോടുകൂടെയാണ് 20 ട്രംപിൻ്റെ നിർദ്ദേശങ്ങളോട് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. 48 ബന്ദികളെയാണ് ഇനി കൈമാറാനുള്ളത്. അതിൽ 20ഓളം പേരാണ് ജീവനോടെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ അതിൽ എല്ലാവരെയും 72 മണിക്കൂർ എന്നുള്ള ഒരു ടൈം ഫ്രെയിം പറഞ്ഞിരുന്നു ട്രംപ്. അതിനോടകം തന്നെ മോചിപ്പിക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഹമാസും ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണം പലയിടങ്ങളിലായാണ് ഈ ബന്ദികൾ ഉള്ളത് എന്ന് തന്നെയാണ്. മറ്റൊന്ന്, ഒരു പലസ്തീൻ അതോറിറ്റിയെ ഗാസയുടെ ഭരണം ഏൽപ്പിക്കാം എന്നുള്ള കാര്യത്തിലും ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. അതിന് അവർ യോജിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോണി ബ്ലെയർ നേതൃത്വം നൽകുന്ന ഒരു അന്താരാഷ്ട്ര സമിതിയുടെ കാര്യം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ട്രംപ് ആയിരിക്കും അതിൻ്റെ നേതൃത്വം എന്നും. പക്ഷേ ടോണി ബ്ലെയറിനെ അംഗീകരിക്കില്ല എന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചതായാണ് വിവരം. മറ്റു പല കാര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിനെ നിരായുധീകരിക്കുന്ന കാര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ അത് സൂചിപ്പിച്ചിരുന്നു, ഹമാസ് ഭേദഗതി ആവശ്യപ്പെടുമെന്നുള്ളത്. ഇക്കാര്യം മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, എങ്ങനെയായിരിക്കും ഇസ്രായേലിൻ്റെ ഒരു സൈനിക പിന്മാറ്റം, അതിന് കൃത്യമായ ഒരു ടൈം ഫ്രെയിം വേണം എന്നുള്ളതാണ് ഹമാസിൻ്റെ ഒരാവശ്യം. അക്കാര്യവും ട്രംപുമായും കൂടുതൽ ചർച്ച നടത്തി തീരുമാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. UN പ്രസിഡന്റ്, സെക്രട്ടറി ജനറൽ അടക്കമുള്ള ആളുകൾ ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. മറുവശത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇത് വെടിനിർത്തലിനും അതോടൊപ്പം തന്നെ ബന്ദിമോചനത്തിനുമുള്ള ഒരു വഴി തുറക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഹമാസിൻ്റെ ഈ ഒരു നിർദ്ദേശം അംഗീകരിച്ചതിനെ വിശേഷിപ്പിച്ചത് ഇത് ഗസയുടെ മാത്രമല്ല പശ്ചിമേഷ്യയുടെ ഒന്നാകെയുള്ള കാലങ്ങളായുള്ള സമാധാനത്തിനുള്ള കാത്തിരിപ്പിൻ്റെ ഒരു ഭാഗമാണ് എന്നുകൂടിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് കൂടി അതുകൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ട്രംപ് ഹമാസിൻ്റെ ഈ ഒരു നിർദ്ദേശം അംഗീകരിച്ചതിനെ നെതന്യാഹു അമ്പരപ്പോടുകൂടെയാണ് കണ്ടത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം പൂർണ്ണമായും അംഗീകരിക്കാത്തത് കൊണ്ട് ഹമാസിൻ്റെ ഈ നിർദ്ദേശത്തെ ട്രംപ് തള്ളിക്കളയുമെന്നായിരുന്നു നെതന്യാഹു ശരിക്കും വിശ്വസിച്ചിരുന്നത്. ഓക്കെ, താങ്ക് യു. ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്. പ്രതീക്ഷ പുലരുകയാണ്. 65,000-ഓളം വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കി. അതിൽ തന്നെ 19,000-ഓളം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ആ വാർത്ത നമ്മൾ വളരെ വേദനയോടു കൂടിയാണ് അറിഞ്ഞത്. ഒടുവിൽ ഗാസയിൽ സമാധാനം പുലരുന്നു എന്നുള്ള വാർത്ത ശരിക്കും ഈ മോർണിംഗ് ഒരു ഗുഡ് മോർണിംഗ് ആക്കി മാറ്റുന്നു. ഇസ്രായേൽ സേന ആ നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങും. ഗാസയിൽ ഇനി സമാധാനത്തിൻ്റെ നാളുകൾ പുലരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം.